ഇപ്പോൾ വിട്ടുപോയ ആളുകൾ കേരള കോൺഗ്രസ് അടക്കം അവരെയൊക്കെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് വീണ്ടും UDF-ലേക്ക് എത്തിക്കാനുള്ള എന്തെങ്കിലും മൂവ്മെന്റ് നടക്കുമോ? തീർച്ചയായിട്ടും അതിപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ചർച്ചകൾ നടക്കുന്നുണ്ട്. അതൊക്കെ ഞങ്ങൾ രഹസ്യമായിട്ടുള്ള ചർച്ചകൾ, അതിപ്പോൾ എല്ലാം നിങ്ങളോട് ഇപ്പോൾ പറയാൻ പറ്റില്ല. അത് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് പല ബുദ്ധിമുട്ടുകളും വരും എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ അത്തരം കാര്യങ്ങൾ ഇപ്പോൾ തുറന്നു പറയുന്നില്ല. എന്നാലും ഞങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം UDF ആയി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിനകത്തു നിന്ന് വിട്ടുപോയിട്ടുള്ള പല ആളുകളുണ്ട്. എന്തിനേറെ പറഞ്ഞത് CPI-യെ കുറിച്ച് നിങ്ങൾ ആലോചിക്കും. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം മന്ത്രിയുടെയും ബോർഡ് പ്രസിഡന്റിന്റെയും രാജി അടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് UDF വലിയ പ്രക്ഷോഭത്തിലാണ്. ഇതിന്റെ ഭാഗമായി KPCC ആഹ്വാനം ചെയ്ത 4 മേഖലാ ജാഥകളിൽ 3 എണ്ണത്തിന് ഇന്ന് തുടക്കമാകും. തിരുവനന്തപുരം മേഖലയിലെ ജാഥ നയിക്കുന്നത് UDF കൺവീനർ കൂടിയായ അടൂർ പ്രകാശ് MP ആണ്. അദ്ദേഹം രാവിലെ ഇന്ന് മോർണിംഗ് ഷോയിൽ നമുക്കൊപ്പം ചേരുകയാണ്. ഗുഡ് മോർണിംഗ്. ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞത് ഈ അന്വേഷണം വളരെ കൃത്യമായി നടക്കട്ടെ, വിലങ്ങണിഞ്ഞോ അണിയാതെയോ ആരൊക്കെ ജയിലിൽ പോകുമെന്ന് കാത്തിരുന്ന് കാണാമെന്നാണ്. സർക്കാരിനെ സംബന്ധിച്ച് ഒരു ആശങ്കയില്ലെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. അങ്ങനെ ആശങ്കയില്ലാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടോ? അത് മുഖ്യമന്ത്രിക്ക് അത് പറയുകയല്ലാതെ വേറെ വഴിയില്ല. ഈ സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് ഇപ്പോൾ ഈശ്വരവിശ്വാസികൾ നൽകിയിട്ടുള്ള സ്വർണമാണ് സത്യത്തിൽ ഇപ്പോൾ കവർ ചെയ്തിരിക്കുന്നത്. ആ കവർച്ചയ്ക്ക് നേതൃത്വം കൊടുത്ത ആരാണെങ്കിലും ഇപ്പോൾ 9.5 വർഷമായി പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റാണ് ഇവിടെ ഭരണം നടത്തുന്നത്. അപ്പോൾ 9.5 വർഷമായി നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളുടെ ഒരു ഭാഗമെന്നുള്ള നിലയിലാണ് സത്യം പറഞ്ഞാൽ ഇപ്പോൾ ശബരിമലയിൽ നടന്നിട്ടുള്ള തീവട്ടിക്കൊള്ളയാണ്. ഒരിക്കലും വിശ്വസിക്കാൻ കഴിയാത്ത ഒരു കൊള്ളയായിട്ടാണ് ഞാനതിനെ കാണുന്നത്. ഇപ്പോൾ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രിക്ക് ന്യായീകരിക്കേണ്ടതായിട്ട് വരും. കാര്യം അദ്ദേഹം ഈശ്വരവിശ്വാസി അല്ല എങ്കിലും അവിടെ തകർക്കുവാൻ വേണ്ടി ശ്രമം നടത്തിയ ആചാര അനുഷ്ഠാനങ്ങളെ എല്ലാം തകർത്തുകൊണ്ട് മുമ്പോട്ട് പോകാൻ തീരുമാനമെടുത്ത ഏക മുഖ്യമന്ത്രി ആണ് എന്ന് ചോദിച്ചാൽ അത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ്. അദ്ദേഹം എടുത്ത തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് 2018 സുപ്രീം കോടതിയുടെ വിധിയുണ്ടായി. ആ വിധി വന്നപ്പോൾ ജെൻഡർ ഇക്വാളിറ്റി പറഞ്ഞ് സുപ്രീം കോടതിയുടെ വിധി വന്ന അവസരത്തിൽ അത് നടപ്പാക്കുവാൻ വേണ്ടി നേതൃത്വം കൊടുത്ത ആളാണ് ശ്രീ പിണറായി വിജയൻ. അപ്പോൾ അത് നടപ്പാക്കുവാൻ വേണ്ടി നേതൃത്വം കൊടുത്തു എന്ന് മാത്രമല്ല, അവിടെ യുവതികളെ പ്രവേശിപ്പിക്കുവാൻ വേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പും നടത്തി പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ സഹായത്തോടെയാണ് അവരെ ഒരു പ്രച്ഛന്ന വേഷത്തിലാണ് അവിടെ കൊണ്ടുവന്ന്. അതൊക്കെ തെറ്റായിപ്പോയി എന്ന് തോന്നിയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇത്തവണ അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുകയും ഭൂരിപക്ഷ സമുദായത്തിന് ഒപ്പം നിർത്താനുള്ള ശ്രമം നടത്തുകയൊക്കെ ചെയ്യുന്നത്. അല്ല, അത് തന്നെ പറഞ്ഞു വരികയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ അതിനുശേഷം 2019 അതൊന്നും മറക്കാൻ പാടില്ല, അതുകൂടെ ജനങ്ങൾ അറിയണം. 2019 ജനുവരി മാസം 1-ാം തീയതി അവിടെ മറ്റൊരു സംഭവം ഉണ്ടായി. അവിടെയല്ല, കേരളത്തിലൊരു സംഭവം ഉണ്ടായി. എന്ന് വെച്ചാൽ ഇവിടെ ഒരു വനിതാ മതിൽ തീർത്തു. ആ വനിതാ മതിൽ തീർത്ത് നേതൃത്വം കൊടുത്തത് CPM ആണ്. CPM നേതൃത്വം കൊടുത്ത വനിതാ മതിൽ അതെന്തിനു വേണ്ടിയാണ്? ശബരിമലയിലെ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജനങ്ങളുടെ ഇടയിൽ അത് കൊണ്ടുവന്നെത്തിക്കുവാനും അവരുടെ എല്ലാവരുടെയും സ്ത്രീകളുടെ എല്ലാവരുടെയും പിൻബലം ഇതിന് ഉണ്ട് എന്ന് വരുത്തുവാൻ വേണ്ടിയാണ് ശ്രമം നടത്തിയത്. അതെല്ലാം തകർന്നില്ലേ? ഇപ്പോൾ 9.5 വർഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഒരു പുതിയ പൂതികളൊക്കെ ഉണ്ടായിരിക്കുന്നു. ആ പുതിയ പൂതികളൊക്കെ എങ്ങനെ ഉണ്ടായി എന്നതിനെക്കുറിച്ച് ചോദിച്ചാൽ ഞങ്ങളൊക്കെ പറയും ശ്രീ MP ഗോവിന്ദൻ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്. അദ്ദേഹം ഇടയ്ക്ക് ഏതോ ഒരു പയ്യന്നൂരിലൊക്കെ മാധവ പൊതുവാളിനെ കാണാൻ പോയി. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശമായിരിക്കാം എന്ന് ഞങ്ങളൊക്കെ പറയും. എന്ന് വെച്ചാൽ അദ്ദേഹം അതിനുശേഷമാണല്ലോ ഇതൊക്കെ ഒരു തീരുമാനം എടുക്കുന്നത്. തീരുമാനം എന്ന് പറയുന്നത് ഇവിടെ അയ്യപ്പ സംഗമം നടക്കണം, ആ അയ്യപ്പ സംഗമത്തിൽ ആളുകളെ എല്ലാവരെയും വിളിക്കണം. മുഖ്യമന്ത്രി വന്ന് അവിടെ ഒരിക്കലും കേൾക്കാത്ത തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രസംഗമൊക്കെ നിങ്ങളൊക്കെ ശ്രവിച്ചു കാണും എന്ന് ഞാൻ കരുതുകയാണ്. തത്വമസിയെക്കുറിച്ച് അദ്ദേഹം വാചാലനായി പറഞ്ഞു എങ്കിലും അതിനകത്ത് എല്ലാ കാര്യങ്ങളും വന്നിട്ടുണ്ടോ എന്നതിനെക്കുറിച്ച് നമ്മളൊക്കെ പരിശോധിക്കേണ്ട കാര്യമാണ്. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, ഇന്ന് അയ്യപ്പൻ്റെ മുമ്പിൽ കളിക്കാൻ പോയിട്ടുള്ള ഒരാളും രക്ഷപ്പെട്ടിട്ടില്ല.
ഈ അവിടുത്തെ ആചാര അനുഷ്ഠാനങ്ങൾ തകർക്കുന്നതിന് വേണ്ടി നേതൃത്വം കൊടുത്ത ഒരു ഗവൺമെൻറ് ഏതെന്ന് ചോദിച്ചാൽ അത് ശ്രീ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാരാണ്. ഞങ്ങളുടെ കാലഘട്ടത്തിൽ UDF 2011 മുതൽ 16 വരെയുള്ള കാലഘട്ടത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾ അന്ന് ആചാരാനുഷ്ഠാനങ്ങൾക്ക് മാറ്റം ഉണ്ടാകാൻ പാടില്ല എന്നും അനുസൃതമായി ഞങ്ങൾ തീരുമാനമെടുത്തവരാണ്. ആ തീരുമാനം ഞങ്ങൾ എടുത്ത് സുപ്രീം കോടതിയിൽ കേസ് നടക്കുന്ന സമയത്ത് ഞങ്ങളത് ഫയൽ ചെയ്തു. അത് ഫയൽ ചെയ്തു എന്ന് പറയുമ്പോൾ ആചാരാനുഷ്ഠാനങ്ങൾ ലംഘിക്കാൻ പാടില്ല. അത് ഗവൺമെൻറ് എടുത്ത തീരുമാനമാണ്. അതിനുശേഷം 2016 ഇവർ വീണ്ടും അധികാരത്തിൽ വരുന്ന സമയത്താണ് വീണ്ടും ഇതൊക്കെ മാറ്റിമറിച്ച് ഈ UDF ഗവൺമെൻറ് എടുത്തത് അട്ടിമറിച്ചുകൊണ്ടാണ് 2016 വീണ്ടും അധികാരത്തിൽ വന്നപ്പോൾ സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത്. ഇതൊക്കെ ചെയ്യുക എന്ന് പറയുന്നത് ഒരു എന്ന് വെച്ചാൽ ഭക്തജനങ്ങളോടുള്ള ഒരു നിഷേധാത്മകമായ ഒരു നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ളത്. അയ്യപ്പ കോപമാണോ പുതിയ സംഭവങ്ങൾക്ക്? അതിനകത്ത് സംശയം വല്ലതുണ്ട്. അയ്യപ്പ കോപം തന്നെയാണ് അതിന് പിന്നിലുള്ളത്. അതുകൊണ്ടാണല്ലോ ഓരോ ദിവസം കഴിയുന്തോറും മാധ്യമങ്ങൾ എടുത്ത് വായിച്ചു നോക്കിയാൽ ഓരോ ദിവസവും ഞെട്ടിക്കുന്ന കഥകളല്ലേ വരുന്നത്. കഥകളല്ല, ഞെട്ടിക്കുന്ന കാര്യങ്ങൾ കണ്ടുപിടിച്ച് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയല്ലേ. നമ്മൾ അതൊക്കെ കാണണ്ടേ? ഈ അയ്യപ്പ കോപം അടുത്ത തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലൊക്കെ UDF ഗുണമാവോ? തീർച്ചയായിട്ടും അതിന് ഗുണം ചെയ്യും എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഞങ്ങൾ അതുകൊണ്ട് ആ ഗുണം ചെയ്യുക എന്നതിനേക്കാൾ ഉപരിയായി ഞങ്ങൾ ഇന്ന് KPCC നേതൃത്വത്തിൽ 4 മേഖലാ ജാഥകൾ നടക്കുന്നുണ്ട്. അത് കാസർഗോഡ് നിന്ന് ആരംഭിക്കുന്നു, പാലക്കാട് നിന്ന് ആരംഭിക്കുന്നു, മൂവാറ്റുപുഴയിൽ നിന്ന് ആരംഭിക്കുന്നു. തെക്കൻ ജില്ലകളുടെ ചുമതല തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട തുടങ്ങിയ ജില്ലകളുടെ ചുമതലകൾ UDF കൺവീനർ എന്നുള്ള നിലയിൽ എന്നെയാണ് ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. ഞങ്ങളതിന് നേതൃത്വം കൊടുക്കും. തീർച്ചയായിട്ടും ഞങ്ങൾ ഈ വിശ്വാസികളുടെ മുമ്പിലേക്കാണ് പോകുന്നത്. ഞങ്ങൾ വിശ്വാസികളുടെ മുമ്പിലേക്ക് പോകുന്നു. ആ വിശ്വാസികളുടെ മുമ്പിലേക്ക് പോകുന്ന അവസരത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞങ്ങൾ എന്തായാലും തുറന്നു പറയും. അത് പറയാതിരിക്കാൻ പറ്റില്ല. അത് ജനങ്ങൾ അറിയണം, വിശ്വാസികൾ അറിയണം. അതാണ് ഞങ്ങൾ. നോക്കൂ, NSS ആയാലും SNDP ആയാലും ഒക്കെ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഒരു മൃദു സമീപനം LDF പ്രത്യേകിച്ച് CPM എടുക്കുന്നുണ്ട്. ഇപ്പോൾ അയ്യപ്പ സംഗമത്തിനൊക്കെ അവരുടെ ശക്തമായ പ്രാതിനിധ്യവുമൊക്കെ സാന്നിധ്യവുമൊക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ എന്തുകൊണ്ട് ഈ പന്തളത്ത് നടക്കാൻ വേണ്ടി പോകുന്ന UDF അല്ലെങ്കിൽ KPCCയുടെയും മഹാസംഗമത്തിലേക്ക് ഈ സമുദായ നേതാക്കളെ ക്ഷണിക്കുക എന്നൊരാലോചന ഇല്ലാതെ പോയി? അല്ല, അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെയൊക്കെ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ അഭിപ്രായങ്ങൾ പറഞ്ഞു എന്നുള്ളത് കൊണ്ട് വിശ്വാസികളുടെ എല്ലാവരുടെയും അഭിപ്രായമല്ല എന്ന് ഞങ്ങൾ കാണുന്നു. ഇപ്പോൾ ഏത് സമുദായത്തിൽപ്പെട്ട സമുദായ നേതാവ് പറഞ്ഞാലും ആ സമുദായ നേതാവിന് അഭിപ്രായം കാണും. പക്ഷേ ആ അഭിപ്രായമായിരിക്കില്ല ആ സമുദായത്തിൽപ്പെട്ട മുഴുവൻ ആളുകൾക്കും. അതിനകത്തെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കാനുള്ളത്, ഇവിടെ പല സംഭവങ്ങളും ഉണ്ടായപ്പോൾ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇറങ്ങി നാമജപ ഘോഷയാത്ര നടത്തിയതിനെക്കുറിച്ച് നിങ്ങളുടെയൊക്കെ മനസ്സിൽ കാണുമെന്ന് ഞാൻ കരുതുകയാണ്. അവരുടെ എല്ലാവരുടെയും പേര് കേസാണ്. ഞങ്ങളടക്കമുള്ള ശ്രീ ഉമ്മൻചാണ്ടി അടക്കം, ഞാനടക്കം, അതുപോലെ രമേശ് ചെന്നിത്തല, ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തു എന്ന് ചോദിച്ചാൽ ഇതിനെതിരെ അന്ന് ഞങ്ങൾ ശബരിമലയിലേക്ക് പോവുകയും എന്ന് വെച്ചാൽ പമ്പയിൽ വരെ പോയി അവിടെ ഞങ്ങൾ നടത്തിയ ഒരു പ്രതിഷേധമുണ്ട്. അതായത് NS സുകുമാരൻ നായരുടെ ആയാലും അതുപോലെ വെള്ളാപ്പള്ളി നടേശൻ്റെ ആയാലും ഒക്കെ അവരുടെ ഈ പരസ്യമായ പ്രസ്താവനകൾ, LDF അനുകൂല പ്രസ്താവനകൾ അണികൾ ഏറ്റെടുക്കും എന്ന് UDF കരുതുന്നില്ല. അല്ല, അവരുടേതായ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. എല്ലാവരും അത് ഏറ്റെടുക്കും എന്ന വിശ്വാസമൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല. പൂർണ്ണമായും ഞാൻ പറയുന്നു, അങ്ങനെ ഒരു വിശ്വാസം എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അത് കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ വിശ്വാസികൾ എന്ന് പറയുമ്പോൾ അവരുടെ വിശ്വാസത്തെ പലതരത്തിലും കോട്ടം തട്ടുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ. ഇപ്പം ഞാൻ തിരിച്ചു പറഞ്ഞാൽ എനിക്കെതിരെ ആയിരിക്കും എല്ലാവരും. ഞാൻ തിരിച്ചു പറഞ്ഞു. ഇപ്പം നാളെ വാർത്തകൾ വരണമെന്നുണ്ടെങ്കിൽ ഞാനിതിന് അനുകൂലമായിട്ട് പറഞ്ഞാൽ മതി. വിശ്വാസ സമൂഹം UDFനൊപ്പം ഉണ്ടാകുന്ന പ്രതീക്ഷയിലാണ്. അത് 101%, 100% എന്ന് ഞാൻ പറയുന്നില്ല, 101% വിശ്വാസ സമൂഹം ഞങ്ങളോടൊപ്പം ഉണ്ടാകും. ഇപ്പോൾ ഹൈക്കോടതിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ അന്വേഷണം തുടരുകയാണ്. പോറ്റി മുതൽ
ദേവസ്വം ബോർഡ് വരെയാണ് പ്രതിസ്ഥാനത്തുള്ളത്. അത് എവിടം വരെ എത്തും, ആരിൽ വരെ എത്തും എന്നാണ് UDF പ്രതീക്ഷിക്കുന്നത്? ഞങ്ങൾ ആദ്യം തന്നെ ഞങ്ങളൊരു അഭിപ്രായം പറഞ്ഞു. ഞങ്ങൾ അഭിപ്രായം പറഞ്ഞത് ഇത് ഏതാനും ചില ഉദ്യോഗസ്ഥന്മാരെ മാത്രം കൊണ്ടുവന്ന് പ്രതിക്കൂട്ടിൽ ചേർത്തിട്ട് കാര്യമില്ല. ഉദ്യോഗസ്ഥന്മാരോടൊപ്പം ഭരണം നടത്തിയവരും അതിൻ്റെ പങ്കാളികളാണ്. ഭരണം നടത്തിയ മന്ത്രിമാർ അല്ലെങ്കിൽ അതുപോലെയുള്ള ആളുകൾ ഇവിടെയുണ്ട്. ദേവസ്വം ബോർഡിന് നേതൃത്വം കൊടുത്ത ആളുകളുണ്ട്. ദേവസ്വം ബോർഡിനെ പിന്നെ എതിരെ നടപടി സ്വീകരിക്കുക എന്ന് പറയുമ്പോൾ ദേവസ്വം ബോർഡിനിപ്പോൾ ഒരു ഇത് രാജിവെക്കണം എന്ന് ഞങ്ങൾ പറയുകയല്ല. ദേവസ്വം ബോർഡിനെതിരെ നടപടി സ്വീകരിക്കണം. ദേവസ്വം ബോർഡിനെതിരെ നടപടി സ്വീകരിച്ചാൽ ഇത് പിരിച്ചുവിട്ട് പുതിയ ആളുകളെ വെക്കട്ടവര്. പണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെയും മറ്റും ഒക്കെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. എന്താണെന്നറിയോ? MLA-മാരിൽ നിന്ന് തിരഞ്ഞെടുക്കും. MLA-മാരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന വെച്ചാൽ MLA-മാരാണ് വോട്ട് ചെയ്യാറുള്ളത്. അന്ന് ഹൈന്ദവരായിട്ടുള്ള MLA-മാരാണ് അതിന് വോട്ട് ചെയ്യേണ്ടത്. ഇപ്പോഴത്തെ അവസ്ഥ എന്താ? ഇതെല്ലാം മാറ്റിമറിച്ച് ഈ സർക്കാർ വന്നതിന് ശേഷം അട്ടിമറിച്ചിട്ടുള്ള ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട്. ആ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഇന്ന് ഞങ്ങൾ പറയുന്നത്. എന്താ ഞങ്ങൾ പറഞ്ഞു? ആദ്യം തന്നെ പറഞ്ഞു, ഇത് CBI അന്വേഷണം നടക്കണം. CBIയെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ആ CBIയുടെ അന്വേഷണം വന്നാൽ ഉണ്ടാകുന്ന ഒരു പിന്നെ പ്രത്യേകത എന്ന് പറയുന്നത് വലിയ ദോഷമില്ലാത്ത തരത്തിൽ അന്വേഷണം നടക്കുകയും കുറ്റക്കാരെ മുമ്പിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഇപ്പോൾ വരുന്ന ഒരു കുഴപ്പം എന്താ? ഇപ്പോൾ ശ്രീ പിണറായി വിജയൻ നിയന്ത്രിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത്. ആ ഉദ്യോഗസ്ഥന്മാരെ നിയന്ത്രിക്കുന്ന ശ്രീ പിണറായി വിജയൻ ഇവിടെ ഇരിക്കുന്നിടത്തോളം കാലം ഇവരാരും ഇവർ പറയുന്നതിനപ്പുറത്തേക്ക് ഒരു കാര്യം എഴുതി വെക്കും എന്ന് നിഷ്പക്ഷമായ ഒരു അന്വേഷണം ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് കരുതുന്നില്ല. അല്ല, ഞങ്ങൾ അത് കരുതുന്നില്ല. നിഷ്പക്ഷമായ ഒരു അന്വേഷണം നടക്കുക. അതുകൊണ്ടാണല്ലോ ഞങ്ങൾ ഞങ്ങളിപ്പോൾ CBI എല്ലാം വാഴ്ത്തപ്പെട്ടവരാണ് എന്ന് പറയുവാൻ വേണ്ടിയല്ല. പക്ഷേ CBI കുറെ കൂടി പിന്നെ കാര്യങ്ങൾ അന്വേഷണം നടത്തി പുറത്തു കൊണ്ടുവരും എന്നുള്ളത് കൊണ്ടാണ് CBI അന്വേഷണം ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മളിങ്ങനെ വെറുതെ ഒരു അന്വേഷണം ആവശ്യപ്പെടുന്നു എന്നതിനപ്പുറത്തേക്ക് ഇതിപ്പോൾ ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിലാണ്, മേൽനോട്ടത്തിലാണ് അന്വേഷണം പോകുന്നത്. ഹൈക്കോടതിയെ തന്നെ ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഹൈക്കോടതിയെ തന്നെ UDF സമീപിക്കുമോ? അങ്ങനെ ഒരു ആലോചനയുണ്ടോ? അല്ല, ഞങ്ങൾ അത്തരം കാര്യങ്ങൾ ഞങ്ങൾ ആലോചിക്കണം. ആലോചിച്ചിട്ട് ശേഷമാണ്. കാര്യം ഇപ്പോൾ ഹൈക്കോടതിയുടെ ഇടപെടലുണ്ടായി. കോടതിയെ ഞങ്ങൾ ധിക്കരിക്കുന്നില്ല. കോടതിയുടെ ഇടപെടലുണ്ടായ സമയത്ത് ഇവിടെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ അന്വേഷിക്കട്ടെ എന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കോടതിയെ ധിക്കരിക്കുക എന്ന് പറയുന്ന ഒരു ഏർപ്പാട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. പക്ഷേ ഞങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾ തുറന്നു പറഞ്ഞിട്ടുണ്ട്. അത് പറയാനുള്ള കാരണവും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ പറയാനുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത് നിഷ്പക്ഷമായ ഒരു അന്വേഷണം നടക്കണം. കോടതിയുടെ ചുമതലയിൽ ഇപ്പോൾ പിന്നെ ആദരണീയനായ ജസ്റ്റിസ് ശങ്കരൻ്റെ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണല്ലോ ഇക്കാര്യങ്ങൾ നടക്കുന്നത്. അത് നടക്കട്ടെ. ഇന്നിപ്പം ഞങ്ങൾ അതിനെതിരായി പറയുന്നില്ല. പക്ഷേ ഇപ്പോഴും ഞങ്ങളുടെ അഭിപ്രായം ഇത് CBIയെ ഏൽപ്പിക്കണം എന്നുള്ളതാണ്. ഓക്കെ, തെരഞ്ഞെടുപ്പിന് ഇനി മാസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ഇപ്പോൾ എനിക്ക് തോന്നുന്നു നവംബർ അവസാനത്തോടുകൂടി തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുകയാണ്, തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക്. അതിനു മുമ്പ് UDFന്റെ ചില വികസനം ഒക്കെയായി ബന്ധപ്പെട്ട ചില ചർച്ചകളൊക്കെ അന്തരീക്ഷത്തിൽ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അങ്ങനെയുള്ള ചർച്ചകളൊക്കെ നടക്കുന്നുണ്ടോ? ഇല്ല, ഞങ്ങൾ UDFന്റെ യോഗം കഴിഞ്ഞ ദിവസം കൂടിയിട്ട് ഞങ്ങൾ ചില തീരുമാനങ്ങൾ ഞങ്ങൾ കൈക്കൊണ്ടിട്ടുണ്ട്. തീരുമാനങ്ങൾ എന്ന് പറയുമ്പോൾ പൊതുവേ ഉള്ള തീരുമാനങ്ങളാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ പിന്നെ ശബരിമല യാത്രയുടെ ശബരിമല എന്ന് പറയുമ്പോൾ വിശ്വാസ സമൂഹത്തിന് വേണ്ടിയുള്ള ഈ ഇതുകൂടി കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വിപുലമായി വീണ്ടും കൂടും. വീണ്ടും കൂടുക എന്ന് പറയുന്നത് പല കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടിയാണ്. ഞങ്ങൾ ചില നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. പഞ്ചായത്ത്, മുനിസിപ്പൽ, കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പാണ് ആദ്യം വരുന്നത്. ആ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് UDF അതാത് സ്ഥലങ്ങളിൽ അതാത് ജില്ലകളിൽ തന്നെ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുമ്പോട്ട് പോകണം. അതിനേക്കാൾ ഉപരിയായി എന്തെങ്കിലും പരിഹാര മാർഗങ്ങൾ അവസാനമായി കണ്ടെത്താൻ ഉണ്ട് എങ്കിൽ അത് UDFന്റെ നേതൃത്വത്തിൽ ഇവിടെ വരും. ഞങ്ങളത് പരിശോധിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കും. അങ്ങനെ ഒരു ധാരണയാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ വിട്ടുപോയ ആളുകൾ കേരള കോൺഗ്രസ് അടക്കം അവരെയൊക്കെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് വീണ്ടും UDFലേക്ക് എത്തിക്കാനുള്ള എന്തെങ്കിലും മൂവ്മെന്റ് നടക്കുമോ? തീർച്ചയായിട്ടും അതിപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ചർച്ചകൾ നടക്കുന്നുണ്ട്. അതൊക്കെ ഞങ്ങൾ രഹസ്യമായിട്ടുള്ള ചർച്ചകൾ. അതിപ്പോൾ എല്ലാം നിങ്ങളോട് ഇപ്പോൾ പറയാൻ പറ്റില്ല. അത് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് പല ബുദ്ധിമുട്ടുകളും വരും എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ അത്തരം കാര്യങ്ങൾ ഇപ്പോൾ തുറന്നു പറയുന്നില്ല. എന്നാലും ഞങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം UDF
ആയി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിനകത്തു നിന്ന് വിട്ടുപോയിട്ടുള്ള പല ആളുകളുമുണ്ട്. എന്തിനേറെ പറഞ്ഞത് CPIയെ കുറിച്ച് നിങ്ങൾ ആലോചിക്കും. പണ്ട് CPI ഇവിടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ അച്യുതമേനോൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകാൻ അവസരം ഒരുക്കിയത് ആരാ? കോൺഗ്രസ്സാണ്. അത് കൂടി കണ്ടുകൊണ്ട് അവരും ഇത്തരത്തിൽ ഞങ്ങളോടൊപ്പം അനുകൂലമായി വരണം എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായവും ആഗ്രഹവും. അവരെ പല തലങ്ങളിലുള്ള അവരുടെ പല നേതാക്കന്മാരുമായി ചർച്ച ചെയ്യുവാനുള്ള അവസരങ്ങളൊക്കെ ലഭ്യമായിട്ടുണ്ട്. എല്ലാവരെക്കുറിച്ച് ഞാൻ പറയുന്നില്ല, എങ്കിലും ഞങ്ങളത് ആഗ്രഹിക്കുന്നുണ്ട്. അവരോട് വരട്ടെ. ഞങ്ങൾ ഇവിടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ ഒരു മുന്നണി സംവിധാനത്തിൽ എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ചു കൊണ്ടുപോവുക എന്നുള്ളതാണ് UDF കൺവീനർ എന്നുള്ള നിലയിൽ എൻ്റെ മനസ്സിലെ ആഗ്രഹം. CPIയുടെ ചില നേതാക്കളൊക്കെ ആയിട്ട് ചർച്ച നടത്തിയെന്നാണോ പറയുന്നത്? അല്ല, അതിപ്പോൾ അങ്ങനെ പറയാൻ CPIയുടെ മുതിർന്ന നേതാക്കന്മാരുമായി ചർച്ച നടത്തി എന്ന് പറയുന്നില്ല. എന്നാലും ചില ആളുകളുമായി ഞങ്ങൾ ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. അവരൊക്കെ ഇങ്ങനെ പോസിറ്റീവായിട്ടാണ് പറയുന്നത്? അതിപ്പോൾ പറയാൻ പറ്റുമോ? അതിപ്പോൾ നിങ്ങളടുത്ത് അത് ഞാൻ തുറന്നു പറഞ്ഞാൽ അതിനകത്ത് പൊട്ടിത്തെറി പല തരത്തിലും ഉണ്ടാകും. അതിപ്പോൾ വരട്ടെ, അതിന് പറയേണ്ട സമയത്ത് ഞാൻ നിങ്ങളെയൊക്കെ അറിയിക്കും. ഓക്കെ. ഈ CK ജാനു ഇങ്ങനെ ഒരു താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു? അല്ല, CK ജാനു UDF കൺവീനർ എന്നുള്ള നിലയിൽ എൻ്റെ കൈവശം ഇതുവരെ അവരുടെ ഇത്തരം ഒരു കാര്യം എൻ്റെ കൈവശം ഇവിടെ UDFൽ വരാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന ഒരു അറിയിപ്പ് കിട്ടിയിട്ടില്ല. നാളെ ഈ സമയം വരെയും കിട്ടിയിട്ടില്ല. ഇനിയിപ്പോൾ കിട്ടുകയാണെങ്കിൽ ചർച്ച ചെയ്യപ്പെടും. ഓക്കെ. എന്തായാലും വിശ്വാസ സംരക്ഷണ ജാഥ പന്തളത്ത് സമാപിക്കുമ്പോഴേക്കും വലിയ രാഷ്ട്രീയ അത്ഭുതങ്ങൾ ഉണ്ടാവട്ടെ. അങ്ങ് പറഞ്ഞ പോലെ അങ്ങയുടെ മുന്നണിയിലേക്ക് കുറെ കൂടി പ്രമുഖരായ നേതാക്കളൊക്കെ എത്തട്ടെ, പാർട്ടികൾ എത്തട്ടെ എന്നൊക്കെ ആശംസിക്കുന്നു. ഓക്കെ. അയ്യപ്പന്റെ അനുഗ്രഹവും ഞങ്ങൾക്കുണ്ടാകും എന്ന പൂർണ്ണ വിശ്വാസത്തോടെയാണ് ഈ യാത്ര തുടങ്ങുന്നത്.